സുഹൃത്തുക്കളെ, ഞാൻ ഈ കാണിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഉപ്പാണ്. അതിൻ്റെ എന്താണ് ഉപ്പുമായി നമുക്ക് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. ഞാൻ ഷെരീഫ് പാറൽ, ഭാരതീയ ഔഷധസസ്യ പരിപാലന സമിതി. ഇത് ഉപ്പിൽ ആരോഗ്യത്തിന് ഹാനികരമായ പൊട്ടാസ്യം പെറോസൈനൈഡ് ഉണ്ടെന്നാണ് അറിയുന്നത്. ഇത് ഉപ്പ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ചെറിയ തോതിൽ പോലും ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുമെന്നാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത്. ഞങ്ങളുടെ ഒരു പഠന ഗ്രൂപ്പാണ്. ഉപ്പിൽ ചേർത്തുള്ള പൊട്ടാസ്യം പാർശ്വഫലം ഉണ്ടാക്കുന്നു എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ക്യാൻസർ, അവയവ തകരാറ്, വന്ധ്യത, ഇതിൻ്റെ വലിയൊരു പ്രശ്നമാണ് വന്ധ്യത ഉണ്ടാവുന്നത്. പിന്നെ ഇങ്ങനെയുള്ള കുറേ സംഗതികളെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ പല പ്രശ്നങ്ങളും ഉപ്പ് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. പഴയ കാലത്ത് നമ്മൾ ഉപ്പ് എന്ന് പറയുമ്പോൾ ഈ കടൽ വെള്ളം വറ്റിച്ചിട്ടൊക്കെ എടുക്കുന്ന രൂപത്തിലുള്ള ഉപ്പാണ്. ഇന്ന് വരുന്ന അതല്ല. പിന്നെ നിങ്ങൾക്ക് അറിയാം, പഴയ കാലത്ത് ഉപ്പ് പലചരക്ക് കടയുടെ മുമ്പിലുണ്ടാവും ഒരു പെട്ടി, മരത്തിൻ്റെ പെട്ടി. അതിലാണ് ഉപ്പ് സൂക്ഷിക്കുക. അത് ലേശം തുറന്നിടും. അത് തുറന്നിടേണ്ടതായ ആവശ്യമുണ്ട്. ഇന്ന് വരുന്ന പ്ലാസ്റ്റിക്കിനെതിരെ നമ്മൾ ശക്തമായിട്ട് രംഗത്ത് വരുമെങ്കിലും ഈ പ്ലാസ്റ്റിക്കിലാണ് ഇത് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ കൂടുതൽ പഠിക്കണം എനിക്ക്, പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ കറുത്ത ഉപ്പ് പറയും. ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഉപ്പാണ്. ഇതിന് കറുത്ത ഉപ്പ് എന്ന് പറയുമെങ്കിൽ യഥാർത്ഥത്തിൽ ഇതല്ല ശരിക്കും കറുത്ത ഉപ്പ്. 1 ടീസ്പൂൺ ഉപ്പാണ് ഒരാൾക്ക് ഒരു ദിവസം വേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ട ചിലത് തക്കാളി പോലെയുള്ള ചില പച്ചക്കറികൾ നമുക്ക് ഉപ്പിട്ടുണ്ട്. അങ്ങനെ ശരീരത്തിൽ ഉപ്പ് അല്ലാത്ത രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടും. അത് നമ്മൾ മനസ്സിലാക്കണം. 5 ഗ്രാം ഉപ്പിൽ നിന്ന് 2.3 ഗ്രാം സോഡിയം ശരീരത്തിന് ലഭ്യമാവുന്നതാണ് പഠന റിപ്പോർട്ട്. അതേപോലെ തന്നെ ഈ ബ്ലാക്ക് സാൾട്ട് ഹിമാലയൻ ഭാഗങ്ങളിൽ നിന്നാണ് അധികം കിട്ടുന്നത്. ബ്ലാക്ക് സാൾട്ട് പറഞ്ഞാൽ ശരിക്കും പറയാന്ന് വെച്ചാൽ ഈ ഹിമാലയൻ ബ്ലാക്ക് സാൾട്ട് നമ്മളെ ഈ അഗ്നിപർവ്വത സ്ഫോടനമായൊക്കെ ബന്ധപ്പെട്ടിട്ട് അങ്ങനത്തെയൊക്കെ വിഷയങ്ങളിൽ നിന്ന് എടുക്കുന്നതാണെന്നാണ് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ എൻ്റെ പഴയ കാലത്ത് എക്സ്റേയുടെ കെമിക്കൽ ഞങ്ങളായിരുന്നു ഇവിടെ മാനുഫാക്ചറിങ് കേരളത്തിന്. അന്ന് എൻ്റെ കെമിക്കലിൽ സോഡിയം സൾഫേറ്റ് എന്നൊരു സംഭവം ഉണ്ടാകും. ഇതിൽ നിന്ന് ഉപ്പുണ്ടാക്കാൻ പറ്റും. അതുപോലെ ബ്ലാക്ക് സാൾട്ടിൽ ഈ സോഡിയം കുറവാണ്. ഈ ബ്ലഡിൻ്റെ വിഷം ഇതൊക്കെ പ്രശ്നമുള്ള ആളുകളൊക്കെ സംബന്ധിച്ചിട്ട് ബ്ലാക്ക് സാൾട്ട് നല്ലതാണ്. സോഡിയം കുറവാണ് അതിൽ വരുന്നത് എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ തൈറോയിഡിന് സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ തൈറോയിഡിൻ്റെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഇലഞ്ഞിത്തോലും ചന്ദനവും അരച്ചിടുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെ തൈറോയിഡിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്. പക്ഷെ നമ്മുടെ പാരമ്പര്യം ആയിട്ടുള്ള വൈദ്യന്മാർ, ഈ ഔഷധങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വൈദ്യന്മാർ കുറവാണ്. ഇതൊക്കെ ഔഷധങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ശരിക്കൊക്കെ ഞാൻ ഈ 2 ഫീൽഡിലുള്ളതുകൊണ്ട് നമ്മളുടെ ആൻറ്റിബയോട്ടിക്കുകളുടെ ഈ ക്രമമല്ലാത്ത ദുരുപയോഗം, മരുന്നുകളോട് ശരീരം പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നതും കൂടിയാണ് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളത്. ഞാനിത് സമർപ്പിക്കുന്നത് ഈ ഉപ്പുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുകയും എനിക്കും കുറേ കാര്യം വിവരങ്ങൾ പകർന്നു തരികയും ചെയ്ത പാലക്കാട് എത്തനൂരിലുള്ള നീലിമ വൈദ്യർ, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ഭാരതീയ ഔഷധ സസ്യ പരിപാലന സമിതി രൂപീകരിക്കാൻ ഒക്കെ എൻ്റെ അടുത്തും വലത്തും ഉണ്ടായിരുന്ന വൈദ്യരാണ്. അതിലൊരാൾ മോനവൈദ്യരുണ്ട്. പക്ഷെ മൂപ്പര് ആദ്യമൊന്നുമില്ല, കുറേ കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഇവരൊക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, നന്ദി, നമസ്കാരം.